കൂട്ടുകാരെ, പത്തരം മാറ്റി അനന്തപുരി കടന്ന് പുകയുകയാട്ടോ. എന്താണ് അവിടെ സംഭവിച്ചത്? എന്ത് മറിമായമാണ്? ദേവയാനിയുടെ ഉള്ളിൽ എങ്ങനെ വിഷം ചെന്നു? നയന കാച്ചിയ പാലിൽ എങ്ങനെ വിഷം വന്നു? അങ്ങനെ പല പല ചോദ്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ സ്വാഭാവികമായും നമ്മുടെ അനാമികയും അനാമികയുടെ അമ്മയും ഈ ഒരു കുറ്റവും കൂടി നമ്മുടെ നയനയുടെ തലയിലേക്ക് ഇടുവാട്ടോ. അപ്പോൾ നമ്മുടെ ആദർശ് വരുമ്പോൾ തന്നെ നമ്മുടെ അനാമികയുടെ അമ്മ ചെന്ന് പറയുന്നുണ്ട്, നിൻ്റെ ഭാര്യയല്ലേ പാല് കാച്ചിയത്, നിൻ്റെ ഭാര്യ തന്നെയായിരിക്കും വിഷം കലർത്തിയത് എന്ന് നമ്മുടെ ആദർശിനോട് പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നയന അതൊരിക്കലും ചെയ്യില്ല. നയന വന്ന കാലം മുതൽ അടുക്കളയിൽ ജോലി ചെയ്യാൻ തുടങ്ങിയതാണ്. അവൾ ഇന്നേ വരെ ആഹാരത്തിൽ വിഷം വിളമ്പിയിട്ടില്ല. അതുകൊണ്ട് ആൻറ്റി ഇല്ലാത്ത വാക്കുകളൊന്നും പറഞ്ഞ് കൂട്ടിച്ചേർത്ത് ബുദ്ധിമുട്ടുണ്ടാകുന്ന നമ്മുടെ ആദർശ് കടുത്ത ഭാഷയിൽ തന്നെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ നവ്യയ്ക്ക് ഭയങ്കര പേടി, ഇനിത് നയനയുടെ തലയിൽ തന്നെ വരുമോ, നയനയുടെ ബന്ധം തകരുമോ എന്നൊക്കെ ഭയങ്കര പേടി. അപ്പോൾ നയന പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും ചേച്ചിക്ക് വിഷം തരില്ല എന്ന് ബോധമുള്ളവർക്കൊക്കെ മനസ്സിലാവുമല്ലോ ചേച്ചി. അപ്പോൾ ഇതിൻ്റെ ഒരു സത്യത്തിൻ്റെ വഴിയിൽ കൂടി തന്നെ ഈ ഒരു കേസ് പോകുള്ളൂ, ഈ ഒരു അന്വേഷണം പോകുള്ളൂ എന്ന് നമ്മുടെ നയന പറയുന്നുണ്ട് കേട്ടോ. അതിന് പിന്നാലെ നമ്മുടെ അനാമികയുടെ അമ്മ നമ്മുടെ മുത്തശ്ശൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എൻ്റെ മകളുടെ ജീവിതം ഇപ്പോൾ ഇവിടെ ഭയങ്കര അപകടത്തിലാണ്, എനിക്ക് ഇവിടെ വിശ്വസിച്ച് എൻ്റെ മകളെ എങ്ങനെ നിർത്തും, എനിക്ക് നിർത്താൻ സാധിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്, അങ്ങനെയെങ്കിൽ അനിയുടെ സമ്മതപ്രകാരം അനാമികയെ ഇവിടെ നിന്നും രേവതി കൊണ്ടുപോയിക്കോളൂ, ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ അനാമികയുടെ അമ്മ ഇങ്ങനെ പ്ലിങ് അടിച്ച് നിൽക്കുമ്പോൾ അനാമിക കട്ടക്കലിപ്പിൽ ആ ഒരു ദേഷ്യം സഹിക്കാനാവാതെ മുത്തശ്ശൻ ഇങ്ങനെയൊക്കെ ആട്ടിപ്പറഞ്ഞല്ലോ. അപ്പൊ ആ ഒരു ദേഷ്യം സഹിക്കാനാവാതെ അനാമിക അമ്മയെ വിളിച്ചിട്ട് അങ്ങോട്ട് പടിയിറങ്ങി പോകുന്ന ദൃശ്യങ്ങളാട്ടോ നമുക്ക് കാണുവാൻ സാധിച്ചത്. അപ്പൊ എന്തായാലും മുത്തശ്ശി അപ്പൊ തിരികെ വിളിക്കുന്നുണ്ട്. പക്ഷേ അനാമിക ആരെയും കൂസാക്കാതെ പോകുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാകും കഥ വരാൻ പോകുന്നത്? നമ്മുടെ അനാമികയ്ക്ക് ഇനി തിരിച്ച് അനന്തപുരിയിലേക്ക് ഒരു പ്രവേശനം ഉണ്ടാകുമോ? നമ്മുടെ മുത്തശ്ശനെയാണ് ധിക്കരിച്ച് ഇറങ്ങി പോയിരിക്കുന്നത് അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് നോക്കിക്കാണാം കേട്ടോ. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.